ജനിച്ച നാട്ടിൽ നിന്ന് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ച വാഴക്കാടിൻ്റെ ബാപ്പുവിന് ജന്മനാട് വ്യാഴാഴ്ച രാത്രി എടവണ്ണപ്പാറയിൽ സ്വീകരണം നൽകി. ഫാസിസത്തിനെതിരെ ലോക്സഭയിലെ തീപ്പന്തമായി മാറാനുള്ള ഈട്ടിയെ കാണാനും അഭിവാദ്യമർപ്പിക്കാനും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് എടവണ്ണപ്പാറയിലെത്തിയത്. നാട്ടുകാരുടെ വാപ്പുവിന് മുഴുവൻ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ തൊട്ടുപിറകിലായി TV ഇബ്രാഹിം MLAക്കും ജബ്ബാർ ഹാജിക്കുമൊപ്പമായിരുന്നു ഈട്ടി ഉണ്ടായിരുന്നത്. പഞ്ചായത്തിലെ മുതിർന്ന നേതാക്കളും യുവനേതാക്കളും ഈട്ടിക്ക് ഹാരാർപ്പണമർപ്പിക്കാൻ എടവണ്ണപ്പാറയിലെത്തി. ജന്മനാടിനു വേണ്ടി ലോക്സഭയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുത്തതിൽ ഈട്ടിക്കുള്ള സന്തോഷം മുഖത്ത് പ്രകടമായിരുന്നു. വർഷങ്ങളായി അടച്ചുപൂട്ടിയ ഗ്രാസ്യം ഫാക്ടറി തുറന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈട്ടിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. തുറന്ന ജീപ്പിൽ കൈവീശി നാട്ടുകാരോട് പുഞ്ചിരിച്ചു നീങ്ങിയ ഈട്ടിയെ കാണാൻ നിരവധി ആളുകളാണ് ഏറെ വൈകിയും എടവണ്ണപ്പാറയിലെത്തിയത്. പൗരത്വ ഭേദഗതി അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ലോക്സഭയിലെ ഈട്ടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു. വാഴക്കാട്ടുകാരുടെ വാപ്പുവിന് സ്വന്തം നാടിനായി ലോക്സഭയിൽ ഗർജിക്കാൻ മുഴുവൻ പിന്തുണയും നൽകണമെന്ന് സ്വീകരണം നൽകാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.